2026 IPL സീസണ് മുന്നോടിയായുള്ള മിനി താരലേലത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. 16-ന് നടക്കുന്ന ലേലത്തിലൂടെ ആരൊക്കെ ഏതൊക്കെ ടീമിലേക്കാവും പോവുക എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത്. 77 താരങ്ങളെയാണ് പരമാവധി ടീമുകൾക്ക് സ്വന്തമാക്കാൻ കഴിയുക. ഇതിൽ 31 വിദേശ താരങ്ങളും ഉൾപ്പെടുന്നു. പല സൂപ്പർ താരങ്ങളും മിനി ലേലത്തിലേക്ക് എത്തിയിട്ടുള്ളതിനാൽ ഇത്തവണ ലേലം വാശിയേറിയതായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ IPL എല്ലാവരും ഉറ്റുനോക്കുന്ന ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ്. നായകസ്ഥാനമൊഴിഞ്ഞ് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറിയതോടെയാണ് രാജസ്ഥാൻ ചർച്ചകളിൽ നിറഞ്ഞത്. ഇതോടെ രാജസ്ഥാന്റെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ കൂടുമാറിയെങ്കിലും ടീമിന്റെ കരുത്തിന് ഇളക്കം തട്ടിയിട്ടില്ല. ബാറ്റിംഗ് നിര ഇപ്പോഴും ശക്തമാണ്. രവീന്ദ്ര ജഡേജയും സാം കറനും വന്നതോടെ രാജസ്ഥാന്റെ ഓൾറൗണ്ടർമാരുടെ വിടവും നികത്തപ്പെട്ടു. ഇപ്പോഴിതാ വരുന്ന സീസണിന് മുമ്പ് രാജസ്ഥാന് നിർണായക ഉപദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജയ് ബംഗാർ. രാജസ്ഥാൻ റോയൽസിൽ നിരവധി ഇടങ്കയ്യൻ ബാറ്റർമാരാണുള്ളത്. അതുകൊണ്ട് തന്നെ 3-ാം നമ്പറിൽ സാം കറനെ കളിപ്പിക്കുമെന്ന് കരുതുന്നില്ല. അങ്ങനെ ഒരു മണ്ടത്തരം രാജസ്ഥാൻ ചെയ്യരുത്. ഓപ്പണിംഗിൽ 2 ഇടങ്കയ്യന്മാരാണുള്ളത്. റിയാൻ പരാഗ് 3-ാം നമ്പറിലേക്ക് തിരിച്ചെത്തണമെന്നാണ് താൻ കരുതുന്നത്. ധ്രുവ് ജുറൽ രാജസ്ഥാന്റെ മധ്യനിരയിൽ കളിക്കട്ടെ. രവീന്ദ്ര ജഡേജ മധ്യനിരയിൽ നേടുന്ന റൺസ് ടീമിന്റെ പ്രകടനത്തിൽ വളരെ നിർണായകമായി മാറുകയും ചെയ്യും. ജുറലും ജഡേജയും ചേർന്ന് മധ്യനിരയുടെ കാര്യം നോക്കുമ്പോൾ സാം കറനെ പിന്നാലെ ഇറക്കണം. അവനെ ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ലെന്നും സഞ്ജയ് ബംഗാർ പറഞ്ഞു. രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് ഓർഡറിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നാണ് ഇറങ്ങുക. ഓപ്പണിംഗ് റോളിൽ ഇരുവർക്കും മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കും. റിയാൻ പരാഗ് 3-ാം നമ്പറിലേക്ക് എത്തുമ്പോൾ 4-ാം നമ്പറിൽ ആരെന്നത് ചോദ്യമാണ്. നിതീഷ് റാണക്ക് പകരക്കാരനെ രാജസ്ഥാൻ കണ്ടെത്തേണ്ടതായുണ്ട്. ധ്രുവ് ജുറൽ, ഷിംറോൺ ഹെറ്റ്മയർ, രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നിവരെയെല്ലാം പിന്നാലെ കളത്തിലെത്തിക്കണം. എന്തായാലും രാജസ്ഥാൻ റോയൽസിന് മികച്ച മധ്യനിര താരത്തെ കണ്ടെത്തേണ്ടതായി വരും. മിനി ലേലത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ രാജസ്ഥാൻ ശ്രമിക്കേണ്ടതുണ്ട്. മികച്ചൊരു സ്പിന്നറേയും രാജസ്ഥാൻ കണ്ടെത്തണം. രാഹുൽ ചഹാർ, രവി ബിഷ്ണോയ് എന്നിവരിൽ ഒരാളെ രാജസ്ഥാൻ റോയൽസ് നോട്ടമിടുന്നുണ്ട്. എന്നാൽ ഇതത്ര എളുപ്പമാകില്ല. 16.5 കോടി രൂപയാണ് രാജസ്ഥാന്റെ പേഴ്സിലുള്ളത്. ഈ തുകക്ക് ഈ സീസണിൽ ഈ 2 സ്പിന്നർമാരിൽ ഒരാളെ ടീമിലെത്തിക്കാൻ രാജസ്ഥാന് സാധിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്തായാലും പരിശീലകൻ കുമാർ സംഗക്കാരക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. വലിയ വെല്ലുവിളികൾ വരുന്ന സീസണിൽ ടീമിനെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം മറികടന്ന് കപ്പിലേക്ക് എത്താൻ രാജസ്ഥാന് കഴിയുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം. കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിരുന്നില്ല. 14 മത്സരങ്ങൾ കളിച്ചതിൽ 10-ലും പരാജയപ്പെട്ട റോയൽസ് 9-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പഞ്ചാബ് കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകൾക്കെതിരെ ഓരോ മത്സരത്തിലും, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 2 മത്സരങ്ങളിലുമാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചത്. പരിക്കും ഫിറ്റ്നസും വലച്ചതിനാൽ സഞ്ജു സാംസൺ മുഴുവൻ മത്സരങ്ങളും കളിക്കാനായിരുന്നില്ല. പരിക്കേറ്റ് സഞ്ജു പുറത്തു പോവുകയും പകരക്കാരനായി ടീമിലെത്തിയ വൈഭവ് സൂര്യവംശി ഫോമിലെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ടീമിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ജു ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറി 3-ാം നമ്പറിൽ കളിക്കുകയും ചെയ്തു. IPL കഴിഞ്ഞ ഉടനെ ടീം മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സഞ്ജു മാനേജ്മെന്റിനെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ വിവിധ ടീമുകളുമായി ബന്ധപ്പെടുത്തി ട്രേഡ് അഭ്യൂഹങ്ങൾ പരന്നു. ഒടുവിൽ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയായിരുന്നു.